നമസ്തേ, സ്വാഗതം. ബീറ്റൂൺ ഓർഗാനിക്സിൻ്റെ 195 എപ്പിസോഡിലേക്ക്. പണ്ടൊക്കെ നാട്ടിൻപുറങ്ങളുടെ മുഖമുദ്രയായിട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഒരു കവലുണ്ടെങ്കിൽ അതിനൊരു കൊടിമരമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു മരമായിരുന്നു ഇത്, ശീമപ്പൂള. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ രണ്ട് തരമുള്ള പൂളമരങ്ങളുണ്ടായിരുന്നു. ഒന്ന് നാട്ടിലെ, അതായത് മുള്ളുള്ള പൂളയും, ഒന്ന് സാധാരണ ഇങ്ങനെ പച്ച നിറത്തോടു കൂടിയ തടിയുള്ള ശീമപ്പൂള എന്ന് പറയുന്നത്. ശീമപ്പൂള എന്ന് പറയാൻ കാരണം അത് നമ്മുടെ ഇവിടെ നിന്നല്ല, പുറത്തുനിന്ന് വന്നിട്ട് ഇവിടെ ഒരു സ്ഥിര വാസി ആയതുകൊണ്ടാണ് അതിനങ്ങനെ പറയണത്. നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, നമ്മുടെ നാടൻ പൂളയുടെ ആ മരത്തിൻ്റെ മുകളിലൊക്കെ മുള്ളുണ്ടാവും. ചുവന്ന ഭയങ്കര നല്ല ഭംഗിയുള്ള തീജ്വാലകളെ പോലെയുള്ള ഒരു പൂവുണ്ടാവും. ശീമപ്പൂള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ തടി കണ്ടാൽ തന്നെ അറിയാം, ഇളം പച്ച നിറത്തിലുള്ള ആ ഒരു തടിയായിട്ട് കേട്ടോ. എല്ലാറ്റിൻ്റെയും ഉപയോഗം ഒന്ന് തന്നെ ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കായ, അതായത് പഞ്ഞിക്കായ എന്ന് പറയും. ആ പഞ്ഞി എടുത്തിട്ട് നമ്മൾ ബെഡിലും തലോണയിലും ഒക്കെ നിറയ്ക്കാനായിട്ടാണ് സാധാരണയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. കബോക്ക്, നകുലി, പഞ്ഞിയിലവ്, മുള്ളില പൂള, സീപപ്പരുത്തി, മൂടില പൂള എന്നൊക്കെ നമ്മുടെ ശീമപ്പൂളേനെ പറയുന്നുണ്ട് കേട്ടോ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ടാണ് രണ്ടും കാണിച്ചതും രണ്ടിനെ പറ്റിയിട്ടും പറഞ്ഞതും. ഇന്ന് നമ്മൾ പറയുന്നത് ശീമപ്പൂളേനെ പറ്റിയിട്ടാണ്. ഇതിൻ്റെ പൂവും പുറന്തുളിയും വേരും ഒക്കെ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും വയറിളക്കത്തിനും കുഷ്ഠത്തിനൊക്കെ അത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ചർമ്മരോഗങ്ങൾ, അതേപോലെ പുരുഷന്മാരുടെ ശുക്ലസംബന്ധമായിട്ടുള്ള തകരാറുകൾ, ശരീരവേദന, രക്തസ്രാവം, ഇതിനൊക്കെ മരുന്നായിട്ട് ഈ ശീമപ്പൂളയുടെ പല ഭാഗങ്ങളും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. തടി തീപ്പെട്ടിക്കാണ് ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ട്. ചില സ്ഥലങ്ങളിലൊക്കെ പ്ലൈവുഡിനും പിന്നെ പാക്കിംഗ് പെട്ടിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കേണ്ട സോഫ്റ്റ് വുഡാണ്. പലരും ഇതിൻ്റെ ഇളം മൊട്ടുകളും തളിരിലൊക്കെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. വേരാണ് വയറിളക്കത്തിനും കുഷ്ഠരോഗത്തിനൊക്കെ ഉപയോഗിക്കുന്നത്. നന്നായി പൂക്കണോണ്ട് തന്നെ നന്നായി തേനുണ്ട്. ആ തേന് കാരണം തേനീച്ചയും ചിത്രശലഭങ്ങളും വവ്വാലുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇനി കാണുമ്പോൾ നോക്കൂ കേട്ടോ.